വളരെ കുറച്ച് ദിവസം നമ്മൾ നല്ല രീതിയിൽ പോയിട്ട് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും, അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിടുന്നുണ്ടാവും, ദേഷ്യപ്പെടുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? നമുക്കറിയില്ല എന്താണ് കാരണം എന്ന്. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണ ആ ഒരു ശ്രമം തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഭാരമാണ്. അപ്പോൾ അതിന് പൊട്ടിത്തെറിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ, ഇവിടെ നിരന്തരം ഒരു പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്നതുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ തെളിച്ചം നമുക്ക് കിട്ടുള്ളൂ. മറ്റേതെന്താ, നമ്മൾ വെളിച്ചത്തെ ഫോളോ ചെയ്യാണ്. കാരണം ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് അതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയും മുന്നിൽ നമ്മളെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് മറ്റാരെയും ഇത് കാണിക്കാതെ എനിക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക, റോബോട്ടിക്കലി, മനസ്സിലായോ? അതായത് യാതൊരു ബന്ധവും ഇല്ലാതെ നമ്മളോട് കള്ളത്തരം കാണിച്ചിട്ട് നമ്മൾ പറയേണ്ടാത്ത കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മളെ വിചാരം നമ്മളോട് സത്യസന്ധമാണെന്ന്. ഒരിക്കലുമല്ല. നമ്മളെ എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ച് നമ്മളെ അഭിനയിപ്പിച്ചിട്ടാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ വേറൊരു ഇമേജിനെ നമ്മുടെ ശരീരം ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം തട്ടി വെടിപ്പാക്കി കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ നോക്കുന്നത്. മറിച്ച് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് നമ്മൾ അറിയണതെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല, അവിടെ പൊട്ടിത്തെറിക്കേണ്ട കാര്യവുമില്ല. കാരണം ഈ ചുറ്റുപാടത്തുള്ള ഒന്നുമല്ല നമുക്ക് ഫ്രീഡം തരുന്നത്. ദ ലൈഫ് ഇറ്റ്സെൽഫ് ഗിവിങ് യു ദ ഫ്രീഡം.